DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 4 വ്യാഴം. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വടക്കൻ ജില്ലകളിൽ മഴ കനക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു. അടുത്ത അറിയിപ്പ്, മിൽമ പാലിന് ലിറ്ററിന് 4 മുതൽ 5 രൂപ വരെ വർദ്ധിപ്പിക്കാൻ സാധ്യത. സെപ്റ്റംബർ 15 ചേരുന്ന ഫെഡറേഷൻ യോഗത്തിലായിരിക്കും അന്തിമ തീരുമാനം. ഉൽപാദന ചെലവ് കൂടുന്നതിനാൽ വില വർദ്ധിപ്പിക്കുന്ന കാര്യം മിൽമ അധികൃതർ സർക്കാരിനെ അറിയിച്ചിരുന്നു. മിൽമ അവസാനമായി പാലിന് വില വർദ്ധിപ്പിക്കുന്നത് 2022 ഡിസംബറിലാണ്. അന്ന് ലിറ്ററിന് 6 രൂപയായിരുന്നു മിൽമ വർദ്ധിപ്പിച്ചത്. ഉൽപാദന ചിലവിലെ വർധനവും കർഷകർക്ക് കൂടുതൽ താങ്ങുവില നൽകേണ്ടതുമാണ് തീരുമാനത്തിന് പിന്നിലെന്ന് മിൽമ വ്യക്തമാക്കി. പാൽ സംഭരണത്തിൽ വലിയ ഇടിവുണ്ടായിട്ടുണ്ടെന്നും അതിനാൽ കർഷകരിൽ നിന്ന് കൂടുതൽ പാൽ സംഭരിക്കുന്നതിന് വില വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണെന്നും മിൽമ അധികൃതർ പറഞ്ഞു. അടുത്തറിയിപ്പ്, സെപ്റ്റംബർ 3-4 തീയതികളിൽ സപ്ലൈകോയുടെ വിൽപ്പനശാലകളിൽ നിന്നും 1500 രൂപയ്ക്കോ അതിലധികമോ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് 1 ലിറ്റർ വെളിച്ചെണ്ണ 50 രൂപ വിലക്കുറവിൽ സ്പെഷ്യൽ ഓഫറായി ലഭിക്കുന്നതാണ്. 1 ലിറ്ററിന് 389 വിലയുള്ള വെളിച്ചെണ്ണയാണ് 339 രൂപയ്ക്ക് ഈ ദിവസങ്ങളിൽ വിതരണം ചെയ്യുന്നതെന്ന് മന്ത്രി GR അനിൽ അറിയിച്ചു. ഇന്നുകൂടിയാണ് ഈ ആനുകൂല്യമുള്ളത്. അതിനാൽ ആനുകൂല്യം കൈപ്പറ്റാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് തന്നെ സപ്ലൈകോയിലെത്തുക. അടുത്തറിയിപ്പ്, ചരക്ക് സേവന നികുതി വെട്ടിക്കുറക്കുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിന് GST കൗൺസിലിന്റെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. നിരവധി നിത്യോപയോഗ സാധനങ്ങളുടെ വില കുത്തനെ കുറയും. 28% സ്ലാബുകളിൽ 12%, 28% സ്ലാബുകൾ ഒഴിവാക്കും. നിലവിലെ 5%, 12%, 18%, 28% സ്ലാബുകളിൽ 12, 28% സ്ലാബുകൾ ഒഴിവാക്കും. 12% നികുതിയുണ്ടായിരുന്ന സ്ലാബിലെ 95% ഉൽപ്പന്നങ്ങളെയും 5% സ്ലാബിലേക്കും 28% സ്ലാബിലെ ഒട്ടുമിക്കവയെയും 18% സ്ലാബിലേക്കും മാറ്റും. ഈ മാസം 22 മുതൽ പുതിയ ഘടന നിലവിൽ വരുമെന്ന് യോഗത്തിനു ശേഷം നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്തറിയിപ്പ്, സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ആനുകൂല്യമാകുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിംഗ് പുരോഗമിക്കുകയാണ്. ഓഗസ്റ്റ് 24 തീയതി വരെയായിരുന്നു മസ്റ്ററിംഗിനുള്ള അവസാന തീയതി പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും നിരവധി പേർ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാൻ ബാക്കിയുള്ളതിനാൽ സെപ്റ്റംബർ 10 വരെ തീയതി നീട്ടുകയായിരുന്നു. നിലവിൽ പെൻഷൻ ആനുകൂല്യം കൂട്ടാൻ പോകുന്നു എന്നുള്ള അറിയിപ്പുകളുമൊക്കെ എത്തുന്നുണ്ട്. അതിനാൽ തന്നെ സെപ്റ്റംബർ 10 തീയതിക്കുള്ളിൽ മസ്റ്ററിംഗ് ചെയ്യുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. 10 തീയതിക്കുള്ളിൽ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ മുടങ്ങുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.